എല്ലാവർക്കും സുഖമാണ്, എല്ലാവരും സുഖമാണെന്ന് വിചാരിക്കുന്നു. ആൻഡ് വെൽക്കം ബാക്ക് ടു തനൂസ് ഡയറീസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ DME എക്സാമിൻ്റെ റിവ്യൂ ആണ്. അപ്പോൾ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട് അത് എല്ലാവർക്കും എങ്ങനെയായിരുന്നു എക്സാം, എനിക്ക് മാത്രമാണോ ടഫ്, പിന്നെ ഇതിൻ്റെ കട്ട് ഓഫ് എങ്ങനെയായിരിക്കും, എത്ര പേര് സെലക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്, പിന്നെ ഇതിൻ്റെ വരും കാര്യങ്ങൾ, ഇൻ്റർവ്യൂ, ഇതിനെയൊക്കെ പറ്റി ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. സോ അതിനെപ്പറ്റിയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഒട്ടും വെയിറ്റ് ചെയ്യേണ്ട, വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ എക്സാം, ഇനി ആ എക്സാമിനെ പറ്റി നമ്മൾ വിചാരിച്ചിട്ടും സങ്കടപ്പെട്ടിട്ടും ഒന്നും കാര്യമില്ല, കാരണം അത് കഴിഞ്ഞു പോയി. ഇനി നമ്മൾ ചെയ്തതിനകത്തും ബബിൾ ചെയ്തതിനകത്ത് നമുക്ക് ഒന്നും കൂട്ടാനോ കുറയ്ക്കാനോ പറ്റില്ല, അത് കഴിഞ്ഞു പോയ കാര്യമാണ്. സോ ഇനി നമ്മൾ ചിന്തിക്കേണ്ടത് ഇനി വരും വരായികൾ മുന്നിലോട്ടുള്ള കാര്യമാണ്. എന്ത് വന്നാലും സ്വീകരിക്കാൻ തയ്യാറാവുക. പിന്നെ നമ്മൾ നമ്മുടെ മാർക്കൊക്കെ ആഡ് ചെയ്ത് നോക്കി നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ടോ എന്നൊക്കെ നോക്കുക. കിട്ടാൻ ചാൻസ് ഇല്ലെങ്കിൽ ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മൾ എന്ത് ചെയ്യണം, ഏതൊക്കെ എക്സാം എഴുതണം. കാരണം നമ്മുടെ മുന്നിൽ ഒരുപാട് സാധ്യതകളുള്ള ഒരു കോഴ്സാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. സോ ഈ ഒരു DME എക്സാം കിട്ടിയില്ല, എഴുതാൻ പറ്റില്ല, നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ കരഞ്ഞുകൂടി ഇരിക്കേണ്ടവരല്ല. കാരണം ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കേരളത്തിനകത്തും പുറത്തുമായിട്ട് ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് തരുന്നൊരു കോഴ്സാണ് നമ്മുടെ കയ്യിൽ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത്. സോ ഇതുകൊണ്ട് മാത്രം ഒതുങ്ങുന്നില്ല, ഇതിനേക്കാളും ഹയർ സാലറീസ് ഉള്ള ജോബ് നമ്മുടെ മുന്നിലുണ്ട്. സോ നമ്മൾ പഠിച്ച് ഈ ഒരു നോളജ് പാഴാക്കി കളയാതെ കണ്ടിന്യൂ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒരു ഹയർ പൊസിഷനിൽ, ചിലപ്പോൾ ഇതിനേക്കാളും വലുതായിരിക്കും ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നത്, നമുക്ക് എത്താൻ വേണ്ടി കഴിയും. സോ ആരും ഇനി ഈ ഒരു എക്സാമിനെ പറ്റി, കഴിഞ്ഞു പോയ കാര്യങ്ങളെ പറ്റി വിഷമിക്കാതെ ഇനി മുന്നോട്ടുള്ളതിനെ നമുക്ക് എങ്ങനെ എത്തിപ്പിടിക്കാം എന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രയത്നിക്കേണ്ടത്. സോ നമുക്ക് നമ്മുടെ എക്സാം റിവ്യൂ ഒന്ന് നോക്കാം കേട്ടോ. ഓക്കെ, നമ്മുടെ DME എക്സാമിനെ പറ്റി പറയുകയാണെങ്കിൽ കുറച്ച് പേര് പറയുന്നു അത് അത്ര ടഫുള്ള എക്സാമൊന്നും അല്ല, പഠിച്ചവർക്ക് നല്ല ഈസി ആയിട്ടുള്ള എക്സാമാണ്. കാരണം കുറച്ച് ആവറേജിനും കുറച്ച് മേളിൽ നിൽക്കുന്നൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. സൈക്കോളജി ചോദിച്ച കാര്യങ്ങളിൽ ബാക്കിയെല്ലാം എളുപ്പമാണ്. സൈക്കോളജി, റിസർച്ച്, പിന്നെ ഫാർമക്കോളജി, ഈ ഒരു ഏരിയാസിൽ നിന്ന്, അനാട്ടമി, ഈ ഒരു ഏരിയാസിൽ നിന്നൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻസാണ് കുറച്ച് ഡീപ്പായിട്ട് ചോദിച്ചിട്ടുള്ളത്. ബാക്കിയെല്ലാം ഇൻഡയറക്റ്റായിട്ടാണെങ്കിലും കുറച്ച് ചിന്തിച്ചെഴുതാമെന്നുള്ള ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് ചോദിച്ചിരിക്കുന്നത്. പക്ഷേ പൊതുവിൽ നമ്മളൊരു അഭിപ്രായം എടുക്കുവാണെങ്കിൽ താരതമ്യേന കുറച്ച് ടഫ് എക്സാം ആയിരുന്നു കഴിഞ്ഞ നമ്മുടെ അസിസ്റ്റൻറ്റ് പ്രൊഫസർ എക്സാമില്ലേ. അപ്പോൾ അതിനേക്കാളും കുറച്ചുകൂടെ ഒരു ക്വാളിറ്റി കൂടിയ, കുറച്ചുകൂടെ നിലവാരം കൂടിയ ഹയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മുടെ ഈ DMEയിൽ ഇപ്പോൾ ചോദിച്ചേക്കുന്നത് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോൾ അന്നത്തെ ആ ഒരു അസിസ്റ്റൻറ്റ് പ്രൊഫസറിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് ഒരു 175 പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെടുത്ത കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ 36, 37. എല്ലാവരും നോക്കിയിരിക്കുന്നത് നമ്മുടെ DME കട്ട് ഓഫ് അറിയാൻ വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പോൾ നമ്മുടെ DME കട്ട് ഓഫ് എന്ന് പറയുന്നത് ഞാൻ പറയാൻ പോകുന്നത് ചിലർക്ക് ഇങ്ങനെ വിഷമം ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. കാരണം ചിലപ്പോൾ ഞാൻ പറയാൻ പോകുന്ന കട്ട് ഓഫിനടുത്ത് നിങ്ങളുടെ മാർക്കൊന്നും എത്തിയിട്ടില്ലെങ്കിൽ ആരും വിഷമിക്കേണ്ട, പിന്നെയും ട്രൈ ചെയ്യുക. ചിലപ്പോൾ നമ്മുടെ വിജയം തൊട്ടടുത്തായിരിക്കും, ഗീവ് അപ്പ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ റാങ്ക് ലിസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 1800 പേരാണ് റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതുവരെ 1000, നമ്മൾ ഓപ്പൺ കാറ്റഗറിയിൽ 1196 വരെയുള്ളവർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. ഇനി ഒരു 5 മാസം കൂടെ ഉണ്ട്, അതായത് ഈ 2025 ലാസ്റ്റ് വരെയാണ് നമ്മുടെ ഈ പഴയ DME ലിസ്റ്റിൻ്റെ കാലാവധി. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പുതിയ DME ലിസ്റ്റ് വരും, റാങ്ക് ലിസ്റ്റ് വരും. സോ അന്ന് കഴിഞ്ഞ DME എക്സാമിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 49 ആയിരുന്നു കേട്ടോ, 49 ആയിരുന്നു. അതിൻ്റെ ഫസ്റ്റ് റാങ്ക് നമുക്ക് എടുത്ത് നോക്കിയാൽ അറിയാം, 76 സംതിങ് മാർക്കായിരുന്നു ആ കുട്ടിക്ക്. അപ്പോൾ ഒരു 49 മാർക്ക് കിട്ടിയവരെ വരെ അവർ റാങ്ക് ലിസ്റ്റിനകത്ത് വന്നിട്ടുണ്ടായിരുന്നു, ഒരു 1800ഓളം പേര് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു തലം വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് അക്കാഡമീസ് നമ്മുടെ എഴുതിയ കുട്ടികളുടെ മാർക്സ് വാങ്ങിച്ച് അനലൈസ് ചെയ്ത് ഒരു തീരുമാനത്തിൽ എത്തിയതെന്ന് വെച്ചാൽ, ഒരിക്കലും നമ്മളെ PSCയുടെ കട്ട് ഓഫ് നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ നമ്മൾ ഈ കുട്ടികളുടെ മാർക്കൊക്കെ ആഡ് ചെയ്ത മാർക്കൊക്കെ വെച്ചിട്ട് സ്റ്റഡി നടത്തി അവരൊരു കൺക്ലൂഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് കട്ട് ഓഫ് എന്ന് പറയുന്നത് ഒരു 40നും 45നും ഇടയ്ക്കാണ് മിക്ക അക്കാഡമിക്കാരും കട്ട് ഓഫ് മാർക്ക് പറയുന്നത്. കഴിഞ്ഞ പ്രാവശ്യവും ഒരു 45, 50 അല്ലെങ്കിൽ 49 ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കറക്റ്റായിട്ട് അത് വന്നിട്ടുണ്ടായിരുന്നു. സോ ഇപ്പോഴത്തെ എക്സാം കുറച്ച് ടഫ് ആയതുകൊണ്ട് തന്നെ ഒരു 40, 45, 40നും 45നും ഇടയ്ക്കാണ് നമ്മുടെ കട്ട് ഓഫ് മാർക്ക് വരുന്നത്.
സോ അപ്പോൾ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളുടെ മാർക്ക് 45 അല്ലെങ്കിൽ 45 എബോ ഒരു 50 മുകളിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ടും സേഫാണ്, കുറച്ച് ഉയർന്ന റാങ്കിലേക്ക് നിങ്ങൾ എത്തും. സോ അപ്പോൾ നിങ്ങളൊന്ന് മാർക്ക് ആഡ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ കട്ട് ഓഫ് പ്രഡിക്ഷൻ എന്ന് പറയുന്നത്. പി എസ് സിയുടെ കട്ട് ഓഫ് നമുക്ക് പിന്നെ അറിയാൻ പറ്റത്തുള്ളൂ. പി എസ് സിയുടെ പ്രൊവിഷണൽ ആൻസർ കീ വന്നിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഡൗട്ട് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് അപ്പീൽ കൊടുക്കാൻ കഴിയും. അപ്പോൾ അതിനനുസരിച്ച് ഈ ഒരു അപ്പീലൊക്കെ കൊടുത്തു കഴിഞ്ഞ് ലാസ്റ്റ് ഒരു ഫൈനൽ ആൻസർ കീ പി എസ് സി ഇടും. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ മാർക്സ് ആഡ് ചെയ്ത് റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുണ്ടാവുക. സോ നമുക്ക് ഫൈനൽ ആൻസർ കീക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അതിനകത്ത് കുറച്ചുകൂടെയൊക്കെ മാറ്റങ്ങൾ വരും ക്വസ്റ്റ്യൻസിൽ. ഇപ്പം ഡബിൾ ആൻസേഴ്സ് ഉള്ള ക്വസ്റ്റ്യനും കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നില്ല. സോ അതൊക്കെ വെച്ച് നമുക്ക് അപ്പീൽ കൊടുത്താൽ ചിലപ്പോൾ അതൊന്ന് മാറ്റുകയോ പിന്നെ പി എസ് സി ആയിട്ട് അതിനൊരു ഫൈനൽ ആൻസർ തരികയോ എന്തെങ്കിലുമൊക്കെ ചെയ്യുമായിരിക്കും. സോ അത് നമുക്ക് ഫൈനൽ ആൻസർ കീക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു പ്രൊവിഷണൽ ആൻസർ കീ വെച്ചിട്ട് നിങ്ങളുടെ മാർക്ക് ആഡ് ചെയ്ത് നോക്കിയിട്ട് ഒരു 45 എബോവ് 50 എബോവ് ഒക്കെ ആണെങ്കിൽ യു ആർ സേഫ് ആൻഡ് നിങ്ങൾക്ക് ഒരു പ്രതീക്ഷ വയ്ക്കാം റാങ്ക് ലിസ്റ്റിൽ. എത്രത്തോളം നമ്മൾ റാങ്ക് ലിസ്റ്റിൽ മുന്നിലോട്ട് വരുന്നോ അത്രയും പെട്ടെന്ന് നമുക്ക് കയറിപ്പോകാം. പ്രത്യേകിച്ച് ഓപ്പൺ കാറ്റഗറിയൊക്കെ ആണെങ്കിൽ ഉയർന്ന റാങ്കിൽ വന്നാലേ പെട്ടെന്നൊക്കെ നമുക്ക് കയറിപ്പോകാൻ പറ്റത്തുള്ളൂ കേട്ടോ. സോ ആരും വിഷമിക്കേണ്ട. ഇപ്പോൾ മാർക്ക് ആഡ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഒത്തിരി കുറവാണെന്നുണ്ടെങ്കിൽ ആരും ഈ പഠിച്ച ഒരു നോളജ് കൊണ്ട് കളയരുത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണാം. ഇനി നമുക്ക് നമ്മുടെ കഴിഞ്ഞ DME റാങ്ക് ലിസ്റ്റ് ഏത് വരെയായി, എങ്ങനെയൊക്കെയാണ് പ്ലേസ്മെൻറ്റ് നടന്നിട്ടുള്ളത് എന്നതിനെയൊക്കെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഒക്കെ ചെയ്യാം. പക്ഷേ ലിസ്റ്റിൽ കയറി പറ്റുന്നത് കൊണ്ട് കാര്യമില്ല. കാരണം എല്ലാ പ്രാവശ്യവും ലിസ്റ്റ് ഒരുപോലെ മൂവ് ചെയ്യണമെന്നില്ല കേട്ടോ. അപ്പോൾ എത്രത്തോളം റാങ്ക് ലിസ്റ്റിൽ ഫ്രണ്ടിലേക്ക് വരാൻ പറ്റും അത്രത്തോളം പെട്ടെന്ന് നമുക്ക് ജോലി കിട്ടും. ഇപ്പം നമ്മളൊരു വരിയിൽ നിൽക്കുന്നവർ ഒരു വരിയിൽ നിൽക്കുവാണെന്ന് വിചാരിച്ചു. അപ്പോൾ വരിയിൽ നിൽക്കുന്നവർ പെട്ടെന്ന് ഫ്രണ്ടിൽ നിൽക്കുന്നവർ പെട്ടെന്ന് കയറിപ്പോവും. സോ അതുപോലെയാണ് ഈ PSC ലിസ്റ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും. സോ ഇപ്പം എൻ്റെ കാര്യം തന്നെ പറയുവാണെങ്കിൽ ഞാൻ പഠിച്ചിറങ്ങിയത് റാങ്കോടുകൂടി പഠിച്ചിറങ്ങിയ ഒരാളാണ്. കുക്സ് യൂണിവേഴ്സിറ്റിയുടെ സെക്കൻഡ് ബാച്ചാണ് നമ്മൾ. എന്നിട്ടും ഞാനൊരു 5 വർഷമൊക്കെ കഴിഞ്ഞിട്ടാണ് എനിക്ക് ഈ ഒരു പ്ലേസ്മെൻറ്റിലേക്ക് എത്താൻ കഴിഞ്ഞത്. ആദ്യമൊക്കെ നമ്മൾ ഒരു പഠിക്കും പോലെയല്ല. PSC എക്സാം എന്ന് പറയുന്നത് അതൊക്കെ നമുക്കൊരു അതിന് വേണ്ടിയിട്ട് ഒരുപാട് വർക്ക് ചെയ്യണം. നമ്മൾ സാധാ എക്സാമിന് പഠിച്ചുകൊണ്ട് പോകുന്നത് പോലെയല്ല. പിന്നെ നമുക്കൊരു ദൈവനിയോഗം വേണം, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് പഠനത്തോടൊപ്പം ഒരു പ്രെയറും കൂടെ വേണം. അപ്പം അത് രണ്ടും കൂടെ ചേരുമ്പോഴത്തേക്കാണ് നമ്മൾ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുന്നത്. ഇപ്പോൾ എൻ്റെ കാര്യം തന്നെ നോക്കുവാണെങ്കിൽ റാങ്കൊക്കെ മേടിച്ച് പഠിച്ചാലാണ്. പക്ഷേ എനിക്ക് മുമ്പേ സപ്ലികൾ ഉണ്ടായിരുന്നവരും എൻ്റെ ബാച്ചിൽ തന്നെ സപ്ലികൾ ഉണ്ടായിരുന്നവരും എല്ലാവരും എനിക്ക് മുമ്പേ എന്ത് ചെയ്തു, നമ്മുടെ ഗവൺമെൻറ് ജോലിയിൽ കയറിപ്പറ്റി പുറത്തോട്ട് ഹയർ സാലറിയിൽ ജോലി ചെയ്യുന്നവരുണ്ട്. സോ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ പ്ലേസ്മെൻറ്റ് ആയത്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് നമുക്കൊരു ടൈമുണ്ട്. നമുക്ക് ഒരു ചില സമയങ്ങൾ നമുക്ക് ഹാർഡ് സ്റ്റേജസ് ആയിരിക്കും. പക്ഷെ നമ്മൾ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് നല്ല ഉറച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ട് നമുക്ക് അവിടെ എത്തിച്ചേരാൻ പറ്റും എന്നുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നത്, ഇപ്പം നിങ്ങൾ ഈ DME എക്സാമിൻ്റെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. അപ്പോൾ നമുക്കിനി നന്നായിട്ട് എഴുതാൻ പറ്റില്ല, എന്തായാലും എനിക്ക് ലിസ്റ്റിൽ വരാൻ പറ്റിയില്ല എന്നൊന്നും പറഞ്ഞ് നിങ്ങൾ വിഷമിക്കരുത്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ കുറച്ച് നോളജ് ഉണ്ട്, അതിനെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, പഠിക്കുക. കാരണം എയിംസ് എക്സാം വരുന്നുണ്ട്, ESI എക്സാം വരുന്നുണ്ട്, പിന്നെ ഇനി അടുത്ത DHS, അടുത്ത DME. അപ്പം നമ്മൾ ഈ പഠിച്ച ഒരു നോളജ് നമ്മൾ ഈ വിഷമത്തിലൂടെ പഴകി കളയാതെ പിന്നെയും അതിനെ ആഡ് ഓൺ ചെയ്ത് പഠിച്ച് അടുത്ത ലിസ്റ്റിൽ നമ്മൾ എന്ത് ചെയ്യണം, ഏറ്റവും ഫ്രണ്ടിൽ വരാൻ വേണ്ടിയിട്ട് പ്രയത്നിക്കുക. നമ്മുടെ പ്രയത്നങ്ങൾ ഒരിക്കലും പാഴായി പോകത്തില്ല. നമ്മൾ മടി കൂടാതെ പ്രയത്നിച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് ലിസ്റ്റ് കയറാനും പറ്റും. നമ്മുടെ കയ്യിൽ ആ ജോബും ഉണ്ടാവും. പുറത്തോട്ട് പോകാൻ ആണെങ്കിൽ ആ ഒരു രീതിയിൽ പഠിക്കാം. കുറച്ച് ഹയർ എയിംസ് ഒക്കെയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ആ രീതിയിൽ പഠിക്കാം. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരിക്കലും നമ്മൾ ഈ ഒരു ഫീൽഡിൽ നമ്മൾ ഫെയിലായി പോകത്തില്ല എന്നുള്ളതാണ്. കാരണം വരും ദിനങ്ങൾ ഏറ്റവും കൂടുതൽ ജോലി സാധ്യതയുള്ളൊരു പ്രൊഫഷണൽ കോഴ്സാണ് നമ്മുടെ കയ്യിലുള്ളത്. സോ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക. ഒരിക്കലും നമ്മൾ ക്ഷീണിച്ച് പോകരുത്, ഡിപ്രസ്ഡ് ആയി പോകരുത്. ഈ എക്സാമും ഒരിക്കലും നമ്മുടെ ഗതി തീരുമാനിക്കുന്നതല്ല. ഒരുപാട് എക്സാംസ് ഉണ്ട്. സോ അതെല്ലാം പഠിച്ച് നമ്മൾ മുന്നേറി വരുവാണെങ്കിൽ നല്ലൊരു പോസ്റ്റ്, ചിലപ്പോൾ ഇപ്പോൾ കിട്ടിയതിനേക്കാളും ഒരു ഹയർ ജോബിൽ, ഇപ്പോൾ നഷ്ടപ്പെട്ടതിനേക്കാളും ഒരു ഹയർ പോസ്റ്റിൽ നമ്മൾ എത്തിപ്പെടാനായിട്ട് കഴിയും കേട്ടോ. കഴിഞ്ഞ വർഷത്തെ പോലെയല്ല, ഈ വർഷം നമുക്ക് ഇൻ്റർവ്യൂ ഉണ്ട്. DHSൽ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു, DMEൽ ഇൻ്റർവ്യൂ ഉണ്ട്. സോ മാർക്ക് കുറഞ്ഞെന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കേണ്ട. ലിസ്റ്റിൽ വരുന്നവരാണെങ്കിൽ, ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടവരാണെങ്കിൽ ഇൻ്റർവ്യൂവിനെ കുറച്ചുകൂടി നന്നായിട്ട് പഠിക്കുക. ആ മാർക്സും കൂടെ ആഡ് ചെയ്തായിരിക്കും ഫൈനൽ
റാങ്ക് ലിസ്റ്റ് വരുന്നത്. സോ ഇൻ്റർവ്യൂവിന് അവർ GK ചോദിക്കാം, പഠിച്ചത് ചോദിക്കാം. ഇപ്പോൾ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ ബേസ് ചെയ്തൊക്കെ ചോദിക്കാം. സോ ഇൻ്റർവ്യൂവിനെ ബേസ് ചെയ്തിട്ടുള്ള വീഡിയോസ് വരുന്നതായിരിക്കും. കാരണം DHSനുള്ള കുട്ടികളുടെ അനുഭവമൊക്കെ ഷെയർ ചെയ്ത് നമുക്ക് വീഡിയോസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. സോ ഇൻ്റർവ്യൂ ഒരു മെയിൻ കാര്യമാണ്. ഇപ്പോൾ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ മാത്രമല്ല. സോ ഇനി ലിസ്റ്റിലാകും എന്നുറപ്പുള്ളവർ ഇനി പ്രിപ്പയർ ചെയ്യേണ്ടത് നമ്മുടെ ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ടാണ്. സോ ആ ക്വസ്റ്റ്യൻസ് അതിന് നന്നായിട്ട് പെർഫോം ചെയ്തല്ല ആ മാർക്കും കൂടി നമുക്ക് ആഡ് ചെയ്ത് വരാൻ പറ്റുള്ളൂ. സോ ഇപ്പോൾ നമ്മളിപ്പം മാർക്കിൽ എഴുത്ത് പരീക്ഷയുടെ ഫ്രണ്ടിലാണെങ്കിലും ഇൻ്റർവ്യൂവിൽ നമ്മൾ മാർക്ക് കുറഞ്ഞാൽ പുറകിൽ പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ രണ്ടും കൂടെ ഒത്തു വരണമെങ്കിൽ പിന്നെയും നമ്മൾ പ്രയത്നിച്ചുകൊണ്ടിരിക്കുക, നന്നായിട്ട് പഠിക്കുക. ഇപ്പം പഠിച്ചതൊന്നും കൊണ്ടുപോയി മറന്ന് കളയരുത്, കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ പറയാൻ വന്ന കാര്യങ്ങൾ. കട്ട് ഓഫിനെ ബേസ് ചെയ്തിട്ടുള്ള വീഡിയോസ് നല്ല വിവരങ്ങൾ കിട്ടുന്നതനുസരിച്ച് ചെയ്യുന്നതായിരിക്കും. സോ നമ്മുടെ പ്രൊവിഷണൽ ആൻസർ കീ വെച്ച് നിങ്ങളുടെ മാർക്ക് ആഡ് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ആരും വിഷമിക്കേണ്ട. നമ്മുടെ സമയങ്ങളിൽ ഇനി നല്ല നല്ല സമയങ്ങൾ നമുക്ക് വരാനുണ്ട്. സോ എഴുതാൻ പറ്റില്ല എന്നൊന്നും പറഞ്ഞ് വിഷമിക്കേണ്ട. നന്നായിട്ട് എഴുതിയവർക്കും വിജയാശംസകൾ നേരുന്നു. എത്രയും പെട്ടെന്ന് നിങ്ങൾ ആഗ്രഹിച്ച പോലെ നിങ്ങളുടെ കയ്യിൽ ആ ജോലി എത്തട്ടെ. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു അഗെയിൻ.